മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമും ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമും കണ്ടുമുട്ടിയപ്പോൾ അവിടുന്ന് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു, ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, അദ്ദേഹത്തിന് വെറും 3 ദിവസം മാത്രമേ ആയുസുള്ളൂ. 3 ദിവസം കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ റൂഹ് ഞാൻ പിടിക്കുമെന്ന് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു. അങ്ങനെ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ സഹോദരനെ ഒരു സ്ഥലത്ത് വെച്ച് കണ്ടു. ദാവൂദ് നബി ആലോചിക്കുകയാണ്, ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ റൂഹ് 3 ദിവസം കൊണ്ട് പിടിക്കുമെന്ന് പറഞ്ഞതല്ലേ. ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുന്നോട്ടേക്കൊന്നുമില്ലല്ലോ. ഏത് സമയമാണോ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് ഓർഡർ കിട്ടിയത്, ആ സമയത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹ് പിടിക്കുമല്ലോ. പിന്നെന്താണ് 3 ദിവസമാണ് അദ്ദേഹത്തിന് ആയുസ് കൊടുത്തത്. ഇപ്പൊ ഒരുപാട് ദിവസമായിട്ടും ആ മനുഷ്യനെ ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങനെ ഇതെന്തായാലും ഒന്ന് കണ്ടുമുട്ടുമ്പോൾ ചോദിക്കണം എന്നിരിക്കെ ഒരിക്കലതാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ ദാവൂദ് നബി അലൈഹിസ്സലാം കാണുകയാണ്, കണ്ടുമുട്ടുകയാണ്. ആ സമയത്ത് ദാവൂദ് നബി അലൈഹിസ്സലാം ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം 3 ദിവസമാണ്, ഇനി 3 ദിവസം മാത്രമേ ജീവിക്കുമെന്ന് പറഞ്ഞില്ലയോ? അദ്ദേഹത്തിനെ ഞാൻ ഇതിനു മുന്നേ കണ്ടിട്ടുണ്ടല്ലോ. എന്തേ അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, നമുക്കെല്ലാം ഒരു പാഠമായ ചരിത്രമാണ്, നമുക്കെല്ലാം പാഠമായ ഒരു വിഷയമാണ്, നമുക്ക് ഏറ്റവും ഈ കാലത്ത് അനുയോജ്യമായ ഒരു പാഠമായ വിഷയമാണ്. മഹാനായ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടുന്ന് ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അദ്ദേഹത്തെ ഞാൻ റൂഹ് പിടിക്കാൻ പോകുമ്പോ അദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും തയ്യാറായി, അദ്ദേഹത്തിന്റെ റൂഹ് മാത്രം പിടിച്ചാൽ മതി. ആ സമയത്ത് അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കാൻ പോകുമ്പോ